പ്രിയരെ, ഇന്നത്തെ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് ഇടയ സങ്കീർത്തനത്തെക്കുറിച്ചാണ്. ഭൂമിയിൽ ഏറ്റവും അധികം മനുഷ്യർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർത്തനമാണ് 23-ാമത്തെ സങ്കീർത്തനം. ആ 23-ാമത്തെ സങ്കീർത്തനത്തിൽ ഒരു ഇടയനും ആടും തമ്മിലുള്ള വിശുദ്ധമായ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു പ്രചോദനം? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ ഈ സങ്കീർത്തനം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവിടെ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു, സ്വസ്ഥമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു. ഇതിൻ്റെ അർത്ഥം, ദൈവമായ കർത്താവ് എനിക്ക് കൂട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ഭയപ്പെടാനായിട്ടില്ല. പിന്നെ ജീവിതത്തിൽ എനിക്ക് പട്ടിണി ഉണ്ടാകില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ദാഹിച്ച് മരിക്കുമെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കേണ്ടതായിട്ടില്ല. കാരണം എന്താണ്? ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം എന്നെ വഴി നടത്തിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, ആടിനൊരു പ്രത്യേകതയുണ്ട്. ആടൊരിക്കലും ഒഴുകുന്ന ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കില്ല. അപ്പം ആടിനെക്കുറിച്ച് കരുതലുള്ള ഇടയൻ എന്താ ചെയ്യുക? ഇടയൻ ഒഴുകുന്ന ജലത്തെ അവൻ കല്ല് വെച്ച് തടഞ്ഞു നിർത്തും. എന്നിട്ട് അതിൻ്റെ ഒഴുക്കിനെ ക്രമീകരിക്കും. അവിടെയാണ് സ്വസ്ഥമായ ജലാശയം ഉണ്ടാകുന്നത്. ആടവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് മടങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ ആടിനെക്കുറിച്ച് കരുതലുള്ള ഒരു ഇടയന് മാത്രമേ ഒഴുകുന്ന ജലാശയത്തെ കല്ലുകൾ വെച്ച് തടഞ്ഞു നിർത്തി അതിൻ്റെ ഒഴുക്കിനെ ഒന്ന് ക്രമീകരിച്ച് ആടിന് വെള്ളം കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. മാത്രമല്ല, ആടിനെ ആലയിൽ കയറ്റിയതിന് ശേഷം പിറ്റേ ദിവസം ആ രാത്രിയിൽ ഇടയനൊന്ന് അലഞ്ഞിരിഞ്ഞ് നടക്കും. എന്തിനാ? കൃത്യമായ പുൽമേടുകൾ തപ്പിത്തിരിഞ്ഞ് നടക്കും. രാവിലെ അവിടേക്കാണ് അവൻ ആടിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഇപ്രകാരം ആടിനു വേണ്ടി തൻ്റെ ജീവിതത്തിന് മുഴുവൻ ശ്രദ്ധയും നൽകിയിരിക്കുന്നൊരു ഇടയൻ, ആ ഇടയന് മാത്രമേ ആടുകളെ സ്നേഹിക്കാനായിട്ട് പറ്റുകയുള്ളൂ, ആടുകളെ സ്വസ്ഥമായി നയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. വീണ്ടും സങ്കീർത്തനം പറയുന്നുണ്ട്: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വാരത്തിലൂടെ ഞാൻ നടന്നാലും എനിക്കൊന്നും ഭയപ്പെടാനായിട്ടില്ല. അവൻ്റെ വടിയും ദണ്ഡും എന്നെ ആശ്വസിപ്പിക്കും. ഇത് ഇസ്രായേലിലെ ഇടയന്മാരുടെ കയ്യിൽ 2 ആയുധങ്ങളുണ്ടാവും. ഒന്നവൻ കുത്തി നടക്കുന്ന അറ്റം വളഞ്ഞ വടിയും, 2 കയ്യിലൊരു ദണ്ടുണ്ടാവും. ആ ദണ്ടിൽ നിറച്ച് ആണികൾ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും ആട് കടന്നു പോകുന്ന വഴിത്താരകളിൽ നിന്നൊരു ചെന്നായ ആടിനെ ആക്രമിക്കുവാൻ വേണ്ടി വരുമ്പോൾ ഇടയൻ ഈ കയ്യിലിരിക്കുന്ന ദണ്ട് വലിച്ചെറിയും. ഈ മുള്ളാണികൾ തറച്ച് ഈ ചെന്നായ പിന്തിരിഞ്ഞൂടും. അല്ലെങ്കിൽ ഏതെങ്കിലും ആലയ്ക്കകത്ത് കയറ്റിയതിന് ശേഷം ഇടയൻ കിടക്കുന്നത് വാതുക്കലാണ്. ഈ വാതുക്കൽ കിടക്കുന്ന ഇടയൻ്റെ ജീവിതത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരാട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ചവിട്ടുന്നത് ഇടയൻ്റെ നെഞ്ചത്താണ്. ഏതെങ്കിലും ഒരാൾ പുറത്തു നിന്ന് ഈ ആലയ്ക്കകത്തേക്ക് കടക്കുകയാണെങ്കിലും ഇടയൻ്റെ നെഞ്ചിലാണ് ആദ്യം ചവിട്ടേണ്ടത്. അപ്പം ആദ്യം ചവിട്ട് കൊള്ളുന്നതും ആദ്യം മുറിവേൽക്കുന്നതും ആദ്യം അറിയുന്നത് ഇടയനാണ്. ഇടയൻ എന്ത് ചെയ്യും? ഒരാട് ആലയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേനും അവൻ ഈ കയ്യിലിരിക്കുന്ന കുത്തി നടക്കുന്ന വടിയുടെ അറ്റം വളഞ്ഞ വടി കൊണ്ട് അതിൻ്റെ കഴുത്തിന് പിടിച്ച് അകത്തേക്ക് വലിച്ചിടും. അപ്പോൾ സുരക്ഷിതത്വമാണ് ഇവൻ എപ്പോഴും ഉറപ്പ് നൽകുന്നത്. ഇനി കൂടുതൽ കുരുത്തം കെട്ട ആടാണെങ്കിൽ അതിൻ്റെ കാല് തല്ലിയൊടിക്കും അവൻ. എന്നിട്ട് അവിടെ 2 കമ്പുകൾ വെച്ച് കെട്ടിക്കൊടുക്കും. അവൻ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രമാത്രം കരുതുന്ന ഒരു ഇടയൻ കൂടെയുള്ളപ്പോൾ ഭയം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരില്ല. അവൻ്റെ ശിരസിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഈ പുൽനാമ്പുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന വിഷപ്പാമ്പുകളുണ്ട്. അപ്പം അതിൻ്റെ പ്രഹരമേറ്റേക്കാം. അപ്പം അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയൻ എന്ത് ചെയ്യും? കുറച്ച് പച്ചമരുന്നുകൾ പറിച്ചെടുത്ത് പിഴിഞ്ഞ് ഓരോ ആടിൻ്റെയും നെറുകം തലയിൽ പൊത്തിവെക്കും. അവിടെ നിന്ന് താഴേക്ക് ഈ മരുന്ന് കണങ്ങൾ ഒഴുകി വരും. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ പാമ്പ് ദൂരേക്ക് ഓടിപ്പോകും. അതാണ് തൈലം കൊണ്ട് അവൻ എൻ്റെ ശിരസിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു പറയുന്നത്. ഇത്രമാത്രം ആടിനെ സംരക്ഷിച്ച് നടത്തുന്ന ഒരു ഇടയൻ കൂടെ ഉള്ളപ്പോൾ എനിക്കൊന്നും ഭയപ്പെടാനായിട്ടില്ല. മരണം എൻ്റെ നേർക്ക് ഒരിക്കൽ പോലും എത്തി നോക്കില്ല. ഇതാണ് ആ സങ്കീർത്തനത്തിൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനി ഒരിക്കലെങ്കിലും
ആ ഇടയ സങ്കീർത്തനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ ഇതുപോലെ ഒരുക്കി നടത്തുന്ന ഒരാളാണെന്നും ദൈവം എന്നെ ഇതുപോലെ സംരക്ഷിച്ച് നടത്തുന്ന ഒരാളാണെന്നും ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാനായിട്ട് പറ്റിയാൽ അവിടെ നമ്മൾ അനുഗ്രഹമുള്ളവരായിട്ട് മാറും. അവിടെ നമുക്ക് വിശ്വാസം വർദ്ധിക്കും. നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങ് എൻ്റെ ഇടയനാണെന്നുള്ള ബോധ്യത്തോടെ അങ്ങയുടെ അരികെ ചേർന്ന് ജീവിക്കാൻ എന്നെ പഠിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ.